എയർപോർട്ടുകളിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വീണ്ടും അവസരം. എയർ ഇന്ത്യ എയർപോർട്ട് സർവീസസ് ലിമിറ്റഡിന് കീഴിലാണ് പുതിയ റിക്രൂട്ട്മെന്റ് നടക്കാൻ പോകുന്നത്. ഓഫീസർ തസ്തികയിൽ ആകെ 172 ഒഴിവുകളാണുള്ളത്. നിലവിൽ കരാർ നിയമനമാണ് നടക്കുക. എയർ ഇന്ത്യ എയർപോർട്ട് സർവീസസ് ലിമിറ്റഡിന്റെ താൽപര്യപ്രകാരം കരാർ നീട്ടാനും സാധ്യതയുണ്ട്. നമുക്ക് ആദ്യം തസ്തിക അല്ലെങ്കിൽ ഒഴിവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എയർ ഇന്ത്യ എയർപോർട്ട് സർവീസസ് ലിമിറ്റഡിന് കീഴിൽ 172 ഓഫീസർ റിക്രൂട്ട്മെന്റ് ആണുള്ളത്. മുംബൈ, ഡൽഹി എയർപോർട്ടുകളിലാണ് നിയമനം. മുംബൈ എയർപോർട്ടിൽ 145 ഒഴിവും ഡൽഹിയിൽ 27 ഒഴിവുകളുമാണ് ഉള്ളത്. 3 വർഷത്തേക്ക് കരാർ നിയമനമാണ് നടക്കുക. എയർ ഇന്ത്യ എയർപോർട്ട് സർവീസസ് ലിമിറ്റഡിന്റെ താൽപര്യപ്രകാരം കരാർ നീട്ടാനും സാധ്യതയുണ്ട്. ഇതിലേക്കുള്ള പ്രായപരിധി ജൂനിയർ ഓഫീസർ തസ്തികകളിലേക്ക് 45 വയസ്സ് വരെയാണ് പ്രായപരിധി. അതായത് 45 വയസ്സിന് താഴെ പ്രായമുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസികളിലേക്ക് പരിഗണിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ യോഗ്യത എന്തൊക്കെയാണെന്ന് നോക്കാം. ജൂനിയർ ഓഫീസർ പോസ്റ്റിലേക്ക് 87 ഒഴിവുകളാണ് ഉള്ളത്. ഇതിലേക്ക് ഡിഗ്രി പാസ്സായവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അതായത് SSLC കഴിഞ്ഞ് +2 കഴിഞ്ഞ് 3 വർഷത്തെ ഡിഗ്രി സ്ട്രീമിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും ഏവിയേഷൻ സെക്യൂരിറ്റിയിലുള്ള കുറഞ്ഞത് 13 ദിവസം ദൈർഘ്യം വരുന്ന സർട്ടിഫിക്കറ്റും കൂടാതെ മികച്ച ആശയവിനിമയ ശേഷിയും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉള്ളവരായിരിക്കണം. അങ്ങനെയുള്ളവരെയാണ് ജൂനിയർ ഓഫീസർ പോസ്റ്റിലേക്ക് പരിഗണിക്കുന്നത്. ഇനി സീനിയർ ഓഫീസർ പോസ്റ്റിലേക്ക് വിഭാഗത്തിൽ 85 ഒഴിവുകളാണുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 10 SSLC കഴിഞ്ഞ് +2 പാസ്സായി അതിനുശേഷം 3 വർഷത്തെ ഡിഗ്രി സ്ട്രീമിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും ഏവിയേഷൻ സെക്യൂരിറ്റിയിലുള്ള കുറഞ്ഞത് 13 ദിവസം ദൈർഘ്യം വരുന്ന സർട്ടിഫിക്കറ്റും കൂടാതെ മികച്ച ആശയവിനിമയ ശേഷിയും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് ഓഫീസർ പോസ്റ്റിലേക്ക് യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഏവിയേഷൻ സൂപ്പർവൈസർ കോഴ്സ്, കാർഗോ സൂപ്പർവൈസർ കോഴ്സസ്, ഏവിയേഷൻ കാർഗോ സെക്യൂരിറ്റി, DGR സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളത് നോക്കാം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷ ഫോം ഡൗൺലോഡ് ചെയ്ത് ബന്ധപ്പെട്ട രേഖകൾ സഹിതം അഭിമുഖത്തിനെത്തണം. ജനുവരി 6, 7, 8 തീയതികളിലാണ് ഇൻ്റർവ്യൂ. ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഇൻ്റർവ്യൂവിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും തന്നെ www.aias.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതായിരിക്കും. ഈ ഒരു ഇൻ്റർവ്യൂവിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി നമ്മൾ ഈ വീഡിയോയിൽ പറയാത്തതായിട്ടുള്ള ബാക്കി എല്ലാ ഡീറ്റെയിൽസും തന്നെ ആ ഒരു വെബ്സൈറ്റിൽ സന്ദർശിച്ചാൽ അറിയാൻ കഴിയുന്നതായിരിക്കും.